friends, we are back with a brand new episode of Free Smarties. Welcome to Free Smarties. എല്ലാരും ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിച്ചില്ലേ? ഈ കൊറോണ കാലത്ത് ഓണം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ഈ വിലപ്പെട്ട ഓണത്തിന്റെ ഓർമ്മകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കണ്ടേ? അതിനെ കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലേ? ഫോട്ടോസ് നമ്മുടെ ഫോണിലും ലാപ്പിലൊക്കെ കിടന്നോട്ടെ, പക്ഷെ അത് പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് നമ്മുടെ റൂമിലൊന്ന് വെച്ച് നോക്കൂ. നമ്മുടെ റൂമിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ ഫോട്ടോസ് ആയിട്ടിരിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയല്ലേ? ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്തിനെ പറ്റിയാ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അതെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ DIY ഫോട്ടോ ഫ്രെയിംസിന്റെ വിദ്യകളാണ്. നമുക്ക് ആവശ്യം 2 റെക്ടാങ്കുലർ കാർഡ്ബോർഡ് പീസുകളാണ്. 19 സെന്റിമീറ്റർ ലെങ്ത്തും 15 സെന്റിമീറ്റർ വിട്ടുമുള്ള 2 റെക്ടാങ്കുലർ കാർഡ്ബോർഡാണ് വേണ്ടത്. അതിലേതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുക്ക് മറ്റൊരു റെക്ടാങ്കുലർ പീസ് വെട്ടിയെടുക്കാം. ഈ 2 റെക്ടാങ്കളുടെയും നടുക്കുള്ള വിട്ട് 2.5 സെന്റിമീറ്റർ ആണ്. ഇനി മറ്റേ കാർഡ്ബോർഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വശത്തായി ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. ഇനി 2 കാർഡ്ബോർഡ് പീസുകളും പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പേപ്പർ കട്ടറുള്ള ഷാർപ്പ് ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ നടുവിൽ മുറിച്ചെടുത്ത കാർഡ്ബോർഡ് പീസ് 2.5 സെന്റിമീറ്റർ വിഡ്ത്തുള്ള 4 സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചെടുത്ത് അതും വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. ഇനി നമ്മൾ ഈ പേപ്പറിൽ റാപ്പ് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസുകൾ ഈ കാർഡ്ബോർഡിന്റെ 3 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഈ ഗ്രൂവ് കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൽ കൂടെ നമുക്ക് കാർഡ്ബോർഡ് ഒട്ടിക്കരുത് കേട്ടോ. ഇതിൽ കൂടിയാണ് നമുക്ക് ഫോട്ടോ കടത്തേണ്ടത്. ഇനി ഒരു OHP ഷീറ്റ് എടുത്തിട്ട് ഒരു റെക്ടാങ്കുലർ പീസ് വെട്ടിയെടുത്തിട്ട് ഈ ഫ്രെയിമിന്റെ പുറകിൽ ഗ്ലാസിന് പകരം ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ OHP ഷീറ്റ് ഒട്ടിച്ചു വെക്കുന്ന പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ട് അതിന്റെ മുകളിൽ പേപ്പർ റാപ്പ് ചെയ്തിട്ട് ഈ ഫോട്ടോ ഫ്രെയിമിന്റെ പുറകിൽ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഫോട്ടോ സ്റ്റാൻഡ് റെഡി. അപ്പോൾ നമ്മുടെ ബേസിക് ഫോട്ടോ ഫ്രെയിം റെഡിയായി. ഇനി ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്യാനുള്ള പല വഴികൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എങ്ങനെ സാധാരണ സ്ട്രോ കൊണ്ട് ഫോട്ടോ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയാലോ? ഇനി കുറച്ച് സ്ട്രോസ് എടുത്ത് 2.5 സെന്റിമീറ്റർ ലെങ്ത്തിൽ മുറിച്ചെടുത്തിട്ട് ഈ ഫോട്ടോ ഫ്രെയിമിൽ ഒട്ടിച്ച് നോക്കൂ. എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഗിഫ്റ്റ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ? ഇതിന്റെ കോർണേഴ്സിൽ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സ് ഒക്കെ വെച്ച് കൊടുത്താൽ ഇതിന്റെ ലുക്ക് തന്നെ മാറി കിട്ടും. ഈ ബ്ലൂ പേപ്പർ കൊണ്ട് ഈ ഫ്രെയിം റാപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇതിലേക്ക് കുറച്ച് പേൾസും ഷെൽസും ഒട്ടിച്ച് നോക്കൂ. ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇക്ലി കൊണ്ട് റോൾ ചെയ്തെടുക്കാം. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇനി റോൾഡ് ന്യൂസ് പേപ്പർ സ്റ്റിക്സ് കളർ ചെയ്ത് ഫോട്ടോ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട്
റാപ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് ക്വില്ലിംഗ് പേപ്പർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കൂട്ടുകാർ ചെയ്ത ചില ആർട്ട് വർക്ക്സിന്റെ പിക്സ് കണ്ടാലോ? നിങ്ങൾ ചെയ്യുന്ന ആർട്ട് വർക്കിന്റെ പിക്സ് ഞങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു തരണേ. ഫോട്ടോസ് മെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സും കൂടെ അയക്കാൻ മറക്കല്ലേ. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഒരു പ്രചോദനമാകട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും ആർട്ട് വർക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ഞങ്ങളത് ഈ ചാനലിലൂടെ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണെ ഓൾ കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്ന അറിയാലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഞങ്ങളുടെ കമന്റ് ബോക്സ് കാത്തിരിപ്പുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.